وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى الصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുക, അനുസരിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൽ ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലുമൊക്കെ ഈ 10 ദിവസത്തിൻ്റെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളുടെ മഹത്വം ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. കഴിവിൻ്റെ പരമാവധി ഈ 10 ദിവസങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക. എന്തെല്ലാം ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ പരിശ്രമിക്കുക. നന്മകൾ ചെയ്യുന്ന അതിന് വർധനവ്, പ്രതിഫലം കൂടുതലാണ് ഈ 10 ദിവസങ്ങളിൽ. അതുപോലെ തന്നെയാണ് തിന്മകളുടെ ഗൗരവവും. ഏറെ ശ്രദ്ധിക്കണം എന്ന് ആമുഖത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും പല സഹോദരിമാരും ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ എത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ, ആ പുണ്യകർമ്മം നിർവഹിക്കുവാൻ അവർക്ക് ആഫിയത്തും സൗകര്യവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിലെത്തുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. 61-ാം അധ്യായമായ സൂറത്തു സ്വഫാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 9 ആയത്തുകൾ നാം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ 10, 11, 12, 13 4 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 4-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുന്നതിൻ്റെ പ്രാധാന്യം അള്ളാഹു ചൂണ്ടിക്കാണിച്ചു തന്നു. 5-ാമത്തെ ആയത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ജനത ഏറ്റവും വലിയ ഉപദ്രവകാരികളായിരുന്നു എന്നും അതുപോലെ നിങ്ങൾ ഉപദ്രവകാരികളാകരുത് എന്ന് ഉപദേശിച്ചു. 6-ാമത്തെ ആയത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെപ്പോലെ തെളിവുകൾ കിട്ടിയാലും അത് നിരാകരിക്കുകയും എന്നിട്ട് ആ അസത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ ആകരുത് എന്ന് ഓർമ്മപ്പെടുത്തി. എന്നാൽ 10, 11, 12 ആയത്തുകളിലൂടെ 13 ആയത്തുകളിലൂടെ സത്യവിശ്വാസികളാകുന്ന നമ്മോട് റഹ്മാനായ റബ്ബ് വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വ്യവഹാരത്തെക്കുറിച്ച്, ഒരു വ്യാപാരത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. വലിയ ചിലവൊന്നുമില്ലാതെ എത്ര പാവങ്ങൾക്കും ചെയ്യാവുന്ന മഹത്തായ ഒരു കച്ചവടം. ആ കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ പറഞ്ഞു തരാം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ,
നമ്മോട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ആ കച്ചവടം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. അള്ളാഹു വിളിക്കുക നമ്മെ വിശ്വാസികളെ എന്ന സ്നേഹത്തോടെ വിളിച്ചിട്ട് അല്ല ചോദിക്കുകയാ, ഹൽ അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. തിജാറത്ത്, കച്ചവടം. അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്താണ് ആ കച്ചവടത്തിന്റെ പ്രത്യേകത? തുഞ്ചി, രക്ഷപ്പെടുത്തും, നിങ്ങളെ, തുഞ്ചീക്കും, ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും, മിൻ അദാബിൻ അലീം, അദാബ് ശിക്ഷ, അലീം ഏറ്റവും വേദനാജനകമായ, വേദന കഠിന കഠോരമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല ആ കച്ചവടം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കച്ചവടം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതാണ് ആ ലാഭകരമായ കച്ചവടം? വേദനാജനകമായ ശിക്ഷ, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഏറ്റവും വലിയ ഭാഗ്യശാലികൾ അവരാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതും അതേ പ്രകാരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുമാണ് ഏറ്റവും വലിയ വിജയം. ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണമെങ്കിൽ എന്ത് വേണം? അല്ല പറഞ്ഞ ഈ കച്ചവടം ചെയ്താൽ മതി എന്ന് അള്ളാഹു പറയുന്നത്. ഏതാണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലി. ഒന്നാമത്തേത്, കച്ചവടത്തിന്റെ ഒന്നാം ഭാഗം, തുഅ്മിനൂന ബില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കണം. അതാണ് കച്ചവടം. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ ഒരു കാര്യത്തിലും അവിശ്വസിക്കാതിരിക്കുക, ഒന്നിലും സംശയിക്കാതിരിക്കുക, ഒന്നിലും തർക്കിക്കാതിരിക്കുക. അള്ളാഹു എന്ത് പറഞ്ഞോ, അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ അത് കൃത്യമായി വിശ്വസിക്കുക, അത് ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് കച്ചവടം. അതൊരു മഹത്തായ കച്ചവടമാണ്. ആ കച്ചവടം നിങ്ങളെ നരകത്തിൽ നിന്ന്, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഒന്ന്, തുഅ്മിനൂന ബില്ലാഹി വറസൂലി, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കണം. രണ്ടാമത്തേത് വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. വതുജാഹിദൂന, നിങ്ങൾ ധർമ്മസമരം നടത്തലാണ്. നിങ്ങൾ ധർമ്മസമരം നടത്തലാണ്. എവിടെ? ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലാകണം ആ സമരം. ആരെങ്കിലും കൈവെട്ടലല്ല, ആരുടെയെങ്കിലും കാലുവെട്ടലല്ല, എവിടെയെങ്കിലും എല്ലാം പോയിട്ട് പ്രശ്നമുണ്ടാക്കലല്ല. മറിച്ച് വതുജാഹിദൂന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തുന്നവരാകണം. എന്തുകൊണ്ട് ധർമ്മസമരം നടത്തണം? ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ട്. മാല് സമ്പത്ത്, അംവാല് സമ്പത്തുകൾ. ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും. വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും. അപ്പൊ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തുകയും വേണം. ഇതാണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഒരു കച്ചവടം. ഒന്ന്, തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. രണ്ട്, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനങ്ങൾ കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും സമരം ചെയ്യുകയും വേണം. ദാലികും, അത് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഉത്തമമാണ്, നിങ്ങൾക്ക് ഏറെ ഉത്തമമായതാണ് ആ കച്ചവടം. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, തഅലമൂന, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും മുത്തകരമാണ്, ഏറ്റവും ഗുണകരമാണ്. ഈ കച്ചവടം വലിയ ഗുണമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ധർമ്മസമരം നടത്തുക എന്നതും അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക എന്നതും. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുവാനും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താനും നിങ്ങൾ തയ്യാറായാൽ, ആ കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ അത് ഏറ്റവും ഉത്തമമാണ്. അത് തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും. അത് ഏറ്റവും ഉത്തമമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണാങ്കണത്തിലേക്ക് ഇറങ്ങി വാളും പരിചയവുമായി യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക, അത് വലിയ കച്ചവടമാണ്. ലാഭം മാത്രമേ ഉണ്ടാവൂ, ആ കച്ചവടത്തിൽ നഷ്ടമുണ്ടാവുകയില്ല. പട്ടിണി പാവങ്ങളെ സഹായിക്കുന്നത്, അതേപ്രകാരം അള്ളാഹുവിന്റെ ഭവനങ്ങളെ സഹായിക്കുന്നത്, വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങളെ സഹായിക്കുന്നത്, അത്തരം സംവിധാനങ്ങളുമായി നമ്മുടെ സമ്പത്തിനെ നമ്മൾ ചിലവഴിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടുള്ള ധർമ്മസമരമാണ്.
അതോടുകൂടെ വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ ധർമ്മസമരം നടത്തുക. യുദ്ധം ചെയ്യുന്നത് അതിൽ പെട്ടതാണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ആരോഗ്യം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾക്ക് വിനിയോഗിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. പാവങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയും, രോഗികളെ പരിചരിക്കാൻ കഴിയും, പാവപ്പെട്ട ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വിശുദ്ധമായ ദീനിന് വേണ്ടി ഉപകരിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ സമരങ്ങളെല്ലാം, ധർമ്മസമരങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്നത് അത് വലിയ കച്ചവടമാണ്. അത് വേദനാജനകമായ അലീമായ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമെന്നും അത് ഏറ്റവും ഉത്തമമാണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ന് അള്ളാഹു പറയുന്നത്. അത് നിങ്ങൾ അറിയണം അതിന്റെ മഹത്വം എന്ന്. അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നവർക്ക് മാത്രമേ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനവും അതുപോലെ ശരീരവും ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തൽ. ഇനി ആ കച്ചവടം ചെയ്താലുള്ള അടുത്ത നേട്ടം എന്താണ്? അതാണ് അല്ലാഹു തആല 12ാമത്തെ ആയത്തിൽ പറയുന്നത്. അതിന്റെ നേട്ടം യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദിൻ. നിങ്ങൾ ആ തിജാറത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ കച്ചവടം പറഞ്ഞു തരാം. ഒന്നാമത്തെ അതുകൊണ്ടുള്ള നേട്ടം, നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. കച്ചവടം ഏതാണ് എന്ന് അല്ലാഹു പറഞ്ഞു, അത് ഏറ്റവും ഉത്തമമാണ് എന്നും പറഞ്ഞു. പിന്നെ അതുകൊണ്ടുള്ള നേട്ടം എന്താ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരും, ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളില്ലേ, അറിഞ്ഞും അറിയാതെയും ചെയ്ത, രഹസ്യവും പരസ്യവുമായി ചെയ്തു വന്ന തെറ്റുകൾ മുഴുവനും റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. പിന്നെയോ വയുദ്ഖിലുക്കും, നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടം ആയത്തിൽ പറഞ്ഞു. 11ാമത്തെ 10ാമത്തെ ആയത്തിൽ പറഞ്ഞു. 12ാമത്തെ ആയത്തിൽ ആ കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്ന കച്ചവടം, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക എന്ന കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ പുറത്തു തരും. എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണ് നിങ്ങളെങ്കിലും, എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തവരാണ് നിങ്ങളെങ്കിലും, എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും. വയുദ്ഖിലുക്കും, നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എവിടെ? ജന്നാത്ത്, സ്വർഗങ്ങളിൽ. സ്വർഗത്തിൽ അല്ല, സ്വർഗങ്ങളിൽ അവൻ പ്രവേശിപ്പിക്കും. അതിന്റെ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്നുണ്ട്, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ അല്ലാഹു തആല നിങ്ങളെ പ്രവേശിപ്പിക്കും. മാത്രവുമല്ല, വമസാക്കിന, ചില വീടുകളിലും ചില ഭവനങ്ങളിലും അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. എങ്ങനെയുള്ള ഭവനങ്ങളാണ്? ത്വയ്യിബ, ഏറ്റവും പരിശുദ്ധമായ. മസാക്കിൻ, മസാക്കിൻ എന്ന് പറഞ്ഞ പാർപ്പിടം, വീടുകൾ, മഹത്തായ സൗധങ്ങളിൽ, വീടുകളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. എങ്ങനത്തെ വീടാണത്? ത്വയ്യിബ, ഏറ്റവും പരിശുദ്ധമാണ്. ഒരു കേടുപാടുകളും ഇല്ലാത്ത, ഒരു ചോർച്ചകളും ഇല്ലാത്ത, ഏറെ പരിഗണനീയമായ, ഏറെ പരിശുദ്ധമായ, ആരാലും ആസ്വദിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും നല്ല വിശിഷ്ടമായ പരിശുദ്ധമായ ഭവനങ്ങളിൽ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഫീ ജന്നാതി അദിൻ, അതിന് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിൽ, അതിന് സ്ഥിരവാസം, ജന്നാത്ത് സ്വർഗങ്ങൾ, ഫീ ജന്നാതി അദിൻ, സ്ഥിരവാസത്തിന്റെ തോപ്പുകളിൽ, സ്വർഗങ്ങളിൽ. അപ്പൊ സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിലുള്ള ചില വിശിഷ്ടമായ പാർപ്പിടങ്ങളുണ്ട്. അവിടെ ആ സ്വർഗത്തിൽ വിശിഷ്ടമായ ചില മസാക്കിന് ത്വയ്യിബകളുണ്ട്. ആ ത്വയ്യിബയായ മസാക്കിനുകളിൽ, വീടുകളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹുവേ, ആ സ്വർഗം ഞങ്ങൾക്ക് വുജൂബാക്കണേ അല്ലാഹ്. റബ്ബിനോട് ദുആ ചെയ്യാം. ആ മസാക്കിനിലെത്താൻ, ആ ത്വയ്യിബയായ വീടുകളിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമുക്ക്, നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ദാലിക, അത്, അൽ ഫൗസുൽ അലീം, ഏറ്റവും മഹാഭാഗ്യമാണ്. മഹാഭാഗ്യമാണ്, വലിയ ഭാഗ്യം, അതിനേക്കാളും വലിയ ഒരു ഭാഗ്യമില്ല. ദോഷങ്ങൾ പുറത്തു തരും. താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗങ്ങളിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. സ്വർഗം സ്ഥിരവാസമാണ്, ഒരിക്കലും പുറത്തു വരേണ്ടി വരില്ല, കാലാകാലം കിടക്കുന്നതാണ് ആ സ്വർഗം. അവിടുത്തെ സന്തോഷങ്ങൾ സ്ഥിരമാണ്, അവിടെയുള്ള പാനീയങ്ങൾ സ്ഥിരമാണ്, അവിടെയുള്ള ഭക്ഷണം സ്ഥിരമാണ്, ഒന്നും ഒരു കുറവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള അതിനായ സ്വർഗത്തിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളുണ്ട്. ആ പാർപ്പിടങ്ങളിൽ അത്തരം ആളുകളെ പ്രവേശിപ്പിക്കും. ദാലികൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യം.
അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. അതിനേക്കാളും വലിയ ഒരു ഭാഗ്യമില്ല. അതിനെന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ? ആ അള്ളാഹു പറഞ്ഞ ആ കച്ചവടം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇത്ര നേട്ടങ്ങളാണ്. എന്തേ കച്ചവടത്തിന് വേണ്ടു? തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും കൃത്യമായി വിശ്വസിച്ചേക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ധനം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരിഷ്ടപ്പെട്ട എന്തെല്ലാം കാര്യം ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യുക. അതാണ് കച്ചവടം. ആ കച്ചവടം കൊണ്ടുണ്ടാകുന്ന നേട്ടം നിരവധിയാണ്. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടുള്ള നേട്ടം മിൻ അദാബിൻ അലീം. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് യഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹു തആല നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പുറത്തു തരും. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മൂന്നാമത്തേത് താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒലിച്ചു പോകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. അതോടൊപ്പം വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദിൻ. സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിൽ വിശിഷ്ടമായ ചില പാർപ്പിടങ്ങളുണ്ട്. ആ പാർപ്പിടങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യമെന്ന സന്തോഷ വാർത്ത അല്ലാഹു തആല അറിയിച്ചിരിക്കുകയാണ്. ആ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ 10-ാമത്തെ ആയത്തിലും 11-ാമത്തെ ആയത്തിലും പറഞ്ഞ നേട്ടം ദുനിയാവിന്ന് കിട്ടുന്നതല്ല. ദുനിയാവിന്ന് കിട്ടുന്നതല്ല, അത് നമ്മുടെ മരണാനന്തരം നമുക്ക് നാളെ പരലോകത്ത് നിന്ന് കിട്ടുന്നതാണ്. എന്നാൽ ഈ കച്ചവടം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ പരലോകത്തിൽ മാത്രമല്ല നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക, ആ കച്ചവടത്തിന്റെ നേട്ടം ഉണ്ടാവുക, ദുനിയാവിലും അതിന്റെ നേട്ടം ഉണ്ടാകും. ദുനിയാവിൽ നിന്ന് ആ കച്ചവടത്തിൽ പങ്കാളിയായാൽ, ആ കച്ചവടം ചെയ്യാൻ തയ്യാറായാൽ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന നേട്ടമാണ് 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താണ് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന നേട്ടം? وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. وأخرى മറ്റൊരു കാര്യവും കിട്ടും. മേലെ പറഞ്ഞതൊക്കെ കിട്ടും. അത് മരണാനന്തര ജീവിതമാണ്. വേദനാജനകമായ ആ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തും, ദോഷങ്ങൾ പുറത്തു തരും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതുപോലെ വിശിഷ്ടമായിരിക്കുന്ന ഭവനങ്ങളിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കും. അതൊക്കെ പരലോകത്ത് നിന്നാണ്. വഉഖറ, അതോടൊപ്പം വഉഖറ വേറെയും ചില കാര്യങ്ങൾ അല്ലാഹു നൽകും. എങ്ങനെയുള്ള വേറെയുള്ള കാര്യങ്ങളാണ്? തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ വേറെ കാര്യം, ആ കാര്യത്തെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഏതാണ് ആ കാര്യം? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ കാര്യം നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. ഇത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അത് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. ഈ കച്ചവടം ചെയ്യാൻ ഞാൻ നിങ്ങളൊക്കെ തയ്യാറാണെങ്കിലേ അല്ലാഹു തആല നൽകുന്ന ദുനിയാവിൽ നിന്ന് നൽകുന്ന കാര്യം നസ്റും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ്. അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ്. രണ്ടാമത്തേത് വഫത്ഹുൻ ഖരീബ്, ആസന്നമായ വിജയവും ഉണ്ട്. ആസന്നമായ വിജയവും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ടോ വബശിരിൽ മുഅ്മിനീൻ, നബിയേ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ ഹൽ അദുല്ലുക്കും അല തിജാറത്തിൻ, ആ കച്ചവടം ചെയ്യാൻ ഞാൻ കച്ചവടം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല കച്ചവടം പറഞ്ഞു തന്നു. വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന കച്ചവടം അല്ലാഹു തആല പറഞ്ഞു തന്നു. ആ കച്ചവടം ചെയ്താൽ പരലോകത്ത് കിട്ടാവുന്ന നേട്ടങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില നേട്ടങ്ങൾ ആ കച്ചവടം കൊണ്ട് ഉണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ഏതാണ് ആ നേട്ടം? എല്ലാവരും ഇഷ്ടപ്പെടുന്ന നേട്ടം. ഒന്ന് നസ്റും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ്. അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് റഹ്മാനായ റബ്ബിന്റെ സഹായം ഉണ്ടാവുക എന്നത്. കാരണം മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും അഹ്ലുസുന്ന വൽ ജമാഅത്തിനെയും അള്ളാഹുവിനെയും റസൂലിനെയും വിശുദ്ധ വേദഗ്രന്ഥങ്ങളെയും ഒക്കെ പരിഹസിക്കുകയും അപഹസിക്കുകയും വഷളാക്കുകയും അതിനെ വല്ലാതെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിക്കുകയും കൊല്ലാകൊല ചെയ്യുകയും ചെയ്യുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ത്? നസ്റും മിനല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം. ആ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണോ? റഹ്മാനായ റബ്ബിന്റെ സഹായം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലേ? അള്ളാഹിന്റെ സഹായം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു, റബ്ബിനോട് പറയുന്നു. പക്ഷേ അതിനുവേണ്ടി അധ്വാനിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറല്ല.
ഈ കച്ചവടം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ദുനിയാവിൽ നിന്ന് തന്നെ നസ്റും മിനല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. വഫത്ഹുൻ ഖരീബ്, ആസന്നമായ വിജയമുണ്ടാകും നമുക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളാകുന്ന എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഈ കച്ചവടം ചെയ്യാൻ മഹാന്മാരാകുന്ന നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്ത് തയ്യാറായപ്പോ ആ സ്വഹാബികൾക്ക് അള്ളാഹുവിന്റെ നസ്റും മിനല്ലാഹ് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഫത്ഹുൻ ഖരീബ് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് അതിശക്തന്മാരായ വില്ലാളി വീരന്മാരായ ശത്രുക്കളെ പോലും പരാജയപ്പെടുത്തി ശക്തമായ വിജയം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും മാത്രമല്ല, സത്യവിശ്വാസികൾ ഏതെല്ലാം കാലത്ത് വിശ്വാസത്തോടുകൂടെ, കൃത്യമായ വിശ്വാസത്തോടുകൂടെ, ഷിർക്കും ബിദ്അത്തുകളും കലരാത്ത പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ റഹ്മാനായ റബ്ബിൽ ഈ കച്ചവടത്തിൽ, ഈ വ്യാപാരത്തിൽ പങ്കാളികളായിട്ടുണ്ടോ, ഈ കച്ചവടം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ, ആ കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസികളാകുന്ന ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭ്യമായിട്ടുണ്ട്, അവർക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിജയവും അള്ളാഹുവിന്റെ സഹായവും ഇല്ലാത്തതും എല്ലാ നിലക്കും നമ്മൾ പരാജയപ്പെടാനും കാരണം നമുക്ക് ഈ കച്ചവടം ചെയ്യാൻ സമയമല്ല. നമ്മൾ ദുനിയാവിന്റെ കച്ചവടത്തിന് മാത്രമാണ്. നാളെ മക്കൾ എങ്ങനെയാ പോറ്റുക, നാളെ എങ്ങനെയാ ജീവിക്കുക, ദുനിയാവിൽ കച്ചവടം, അതിനുവേണ്ടി എത്ര പണം ചെലവഴിക്കാനും നമ്മൾ തയ്യാറാണ്. അവിടെ ലാഭനഷ്ടങ്ങൾ നമ്മൾ നോക്കാറില്ല. പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി കച്ചവടം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും തയ്യാറല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ കച്ചവടത്തിന് കുറച്ച് മുതൽ മുടക്ക് നടത്താൻ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അതിനുവേണ്ടി അധ്വാനിക്കുവാൻ, വിശ്വാസം പരിപൂർണമായി വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തുമില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്ന മഹത്തായ ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്ത്. അതുകൊണ്ട് വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന, വളരെ സന്തോഷകരമായ 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിച്ചിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹുവിങ്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയെ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ വിവിധങ്ങളായ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോ ആ ഉത്തരത്തിൽ ഒരു ഉത്തരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മം ഏത് എന്ന് അന്വേഷിച്ച സ്വഹാബികൾക്ക് ഈ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് ഓതി കേൾപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സൂറത്ത് സ്വഫ് വളരെ കൃത്യമായി ആഴത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കുക, പകർത്തുക, വെറും കേൾവിക്കാരായി മാറരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചതിനനുസരിച്ചുകൊണ്ട് അത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.